മകൾക്ക് നീതി കിട്ടണമെന്ന് മാതാപിതാക്കൾ. യുദ്ധം അവസാനിക്കുന്നു. ഇറാനുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് ട്രംപ്. വെടിനിർത്തൽ ചർച്ചാ വിഷയമല്ലെന്നും പരാമർശം. ഹോർമുസ് സ്വയമേ തുറക്കപ്പെടുമെന്നും US പ്രസിഡന്റ്. ഇനി നമുക്ക് മറ്റു വാർത്തകളിലേക്ക് പോകണം. മറ്റു വാർത്തകൾ എന്ന് പറഞ്ഞാൽ അതിനും തെരഞ്ഞെടുപ്പുമായി ബന്ധമുണ്ട്. പുനർജനി ഫണ്ട് ക്രമക്കേടിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരായ CBI അന്വേഷണത്തിന് തടയിട്ടത് സംസ്ഥാന സർക്കാർ. സതീശനെതിരെ CBI അന്വേഷണത്തിന് വിജിലൻസ് ശുപാർശ ചെയ്തിട്ടും സർക്കാർ വിജ്ഞാപനം ഇറക്കിയില്ല. വീഡിയോ തെളിവുകളടക്കം മുഖ്യമന്ത്രിക്ക് വിജിലൻസ് കൈമാറിയിരുന്നു. ജനുവരി ആദ്യവാരമായിരുന്നു വിജിലൻസ് ശുപാർശ കൈമാറിയത്. മിഥുൻ അയ്യപ്പൻ ഒപ്പം ചേരുന്നു. മിഥുൻ, ഇന്ത്യ എന്ന് നമ്മൾ പറയും, ഇവിടെ ശത്രുക്കളെപ്പോലെ നടിക്കും, പക്ഷേ ഒരുമിക്കേണ്ട സമയത്തൊക്കെ ഒരുമിക്കും, വോട്ട് ഷെയർ ചെയ്യും. സുരേന്ദ്രൻ അത് രാവിലെ ആരോപണമായി ഉന്നയിച്ചതുമാണ്. ഇതിപ്പോൾ പ്രതിപക്ഷ നേതാവിനെ സേഫാക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിന് പിണറായി വിജയൻ എന്തുകൊണ്ടാണ്? ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ ഇത് സംബന്ധിച്ച് ചില ഡീലുകൾ നടന്നിട്ടുണ്ടോ എന്നടക്കമുള്ള സംശയത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമുക്കറിയാം 2018 പ്രളയബാധിതർക്ക് പറവൂർ മണ്ഡലത്തിൽ വീട് വെച്ച് നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതിയായിരുന്നു VD സതീശൻ്റെ പദ്ധതിയാണ് പുനർജനി എന്ന് പറയുന്നത്. ഇതിൽ അതിൻ്റെ ഫണ്ട് പിരിവിലടക്കം വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ പുനർജനി സംഭവവുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന വിവാദം. അതിൽ വിജിലൻസിന്റെ അന്വേഷണം നടത്തിയത് തിരുവനന്തപുരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് ആയിരുന്നു ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തിയത്. ഈ അന്വേഷണത്തിൽ ഗുരുതരമായിട്ടുള്ള ചില ക്രമക്കേടുകളുടെ സൂചന ലഭിച്ചിരുന്നു. അത് വിശദമായി അന്വേഷിക്കണമെങ്കിൽ CBIയുടെ അടക്കമുള്ള അന്വേഷണത്തിലേക്ക് നീങ്ങണമെന്നുള്ള ശുപാർശയാണ് ഈ യൂണിറ്റ് നൽകിയത്. അതിൽ പറയുന്നത് FCRA നിയമപ്രകാരം അത് ഇത്തരത്തിൽ CBI അന്വേഷണത്തിലേക്കാണ് നീങ്ങേണ്ടത്. പ്രത്യേകിച്ച് വിദേശത്ത് നിന്ന് കേന്ദ്ര മന്ത്രാലയത്തിൻ്റെ അനുമതിയില്ലാതെ പണം സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട്, ഒപ്പം തന്നെ യാത്രാ ഉദ്ദേശം കേന്ദ്ര മന്ത്രാലയത്തെ അറിയിക്കാതെയുള്ള യാത്ര, ഇതിലെല്ലാം വിശദമായിട്ടുള്ള അന്വേഷണം നടത്തണമെങ്കിൽ CBI പോലുള്ള ഏജൻസികൾക്ക് കൈമാറണമെന്നായിരുന്നു ഈ വിജിലൻസിൻ്റെ റിപ്പോർട്ടുണ്ടായിരുന്നത്. ഈ റിപ്പോർട്ടും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളും തെളിവുകളും എല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുമുണ്ട് വിജിലൻസ്. പക്ഷേ നടപടിയെടുക്കുന്നതിൽ അല്ലെങ്കിൽ അത് ഈ VD സതീശനെതിരെ ഒരു അന്വേഷണത്തിന് CBIക്ക് കൈമാറുന്നതിൽ സംസ്ഥാന സർക്കാർ ഇടപെട്ടു. അതായത് മുഖ്യമന്ത്രി ആ ഫയൽ പിന്നീട് തൊട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് VD സതീശൻ ഈ വിഷയത്തിൽ സംരക്ഷിക്കാനുള്ള ചില നടപടികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്നോ എന്നുള്ളതാണ് സംശയത്തിൽ ഇപ്പോൾ നിർത്തിയിരിക്കുന്ന ഒരു കാര്യം. ഈ തെരഞ്ഞെടുപ്പ് സമയത്തും ഈ പുനർജനി വിഷയം ചെറിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നെങ്കിലും പിന്നീട് അത് തണുത്തു പോകുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. അതായത് ഒരുപക്ഷെ ഒരു ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താനുള്ള ഒരു ടൂളായി ഈ ഒരു അന്വേഷണത്തെ നിലനിർത്തിയതാണ് എന്നുള്ളൊരു സംശയം കൂടി ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഒരു കൃത്യമായുള്ള ഒരു അന്വേഷണത്തിലേക്ക് സംസ്ഥാന സർക്കാരും താല്പര്യമില്ല, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരും അത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. ഇപ്പോൾ വിശാലമായിട്ടുള്ള ഈ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോഴേക്ക് രാജ്യാന്തര പണം കൈമാറൽ നടത്തിയ സംഭവമാണ്. അതിന് കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് മാത്രമേ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്താൻ സാധിക്കൂ. അവർക്കാണ് അതിനുള്ള അധികാര പരിധി വിശാലമായിട്ടുള്ളത്. ഇതെല്ലാം നിൽക്കുകയാണ് ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കാതെ വിജിലൻസ് വീഡിയോ ദൃശ്യങ്ങളടക്കം ഇത് സംബന്ധിച്ചുള്ള തെളിവുകൾ മുഖ്യമന്ത്രിക്ക് മുന്നിൽ എത്തിച്ചിട്ടും നടപടിയെടുക്കാതെ ഇരുന്നത് എന്നുള്ളത് ഞെട്ടിക്കുന്ന വിവരം തന്നെയാണ്. മിഥുൻ, അതായത് ഇതിന് പിന്നിൽ കൃത്യമായ ഒരു ഡീലുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം മറ്റ് സാഹചര്യങ്ങൾ മാറ്റി നിർത്തിയാൽ പോലും തെരഞ്ഞെടുപ്പാണ്, അതുകൊണ്ട് തന്നെ തെളിവുണ്ട്. അതെ, തെരഞ്ഞെടുപ്പാണ്, അതുകൊണ്ട് തന്നെ ഈ തെളിവുകളൊക്കെ കയ്യിൽ കിട്ടിയ ശേഷം ചെയ്താൽ മാത്രം മതി. CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യണം, സർക്കാർ ശുപാർശ ചെയ്യണം. അപ്പോൾ ശുപാർശ ചെയ്താൽ മാത്രം മതിയെന്നിരിക്കെ ഇവരൊക്കെ കീരിയും പാമ്പുമാണെന്ന് തോന്നിപ്പിക്കുകയും എന്നിട്ട് വളരെ സ്നേഹപൂർവ്വം പിന്നണിയിൽ സ്നേഹപൂർവ്വം പെരുമാറുകയും ചെയ്യുന്നതിന് ഇനി വേറെ ഉദാഹരണം വേണോ? പ്രതിപക്ഷ നേതാവാണ്, ഒരുപക്ഷെ CPMനെ ഏറ്റവും നോവിക്കുന്ന ഒരാളാണ് പ്രതിപക്ഷ നേതാവ്. കഴിഞ്ഞ ദിവസവും അങ്ങനെയാണ് നമ്മൾ കണ്ടത്. ആ പ്രതിപക്ഷ നേതാവിനെ പോലും അവർക്ക് സേഫ് ആക്കണമെങ്കിൽ എന്തോരം അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ് കേരളത്തിൽ നടക്കുന്നത് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് മിഥുൻ?
തീർച്ചയായിട്ടും അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. കാരണം അത് ഒരുപക്ഷെ ആ ഡീല് എന്നുള്ളത് ഏത് തരത്തിലാണ് എന്ന് സംബന്ധിച്ച് നമുക്കറിയില്ല. പക്ഷേ നമ്മൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ അത് തന്നെയാണ് സാധൂകരിക്കുന്നത്. കാരണം കൃത്യമായിട്ടുള്ള തെളിവുകൾ മുഖ്യമന്ത്രിക്ക് മുമ്പിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ നടപടിയെടുക്കുക, അല്ലെങ്കിൽ അത് വെച്ച് വിലപേശുക, അത്തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ വ്യാപകമായി പല രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നും ഉയരുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ ഈ പുനർജനി വിഷയം ഉയർന്നു വന്നിരുന്നു എന്നുള്ളത് ഓർക്കണം. പക്ഷേ ആ പുനർജനി വിഷയത്തെ ഏറ്റുപിടിക്കാൻ ആദ്യത്തെ ഒരുപക്ഷെ ഒരു വിവാദത്തിലെ പ്രതികരണങ്ങളെല്ലാം തന്നെ വന്നിരുന്നെങ്കിലും അതിൽ കൂടുതൽ നടപടിയിലേക്ക് നീങ്ങാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. കൃത്യമായി വിജിലൻസ് പറയുന്നുണ്ട്. FCR നിയമത്തിൻ്റെ 2010 ചില വകുപ്പുകളെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ വകുപ്പുകളെല്ലാം തന്നെ പ്രത്യേകം കോട്ട് ചെയ്തുകൊണ്ടുള്ളൊരു റിപ്പോർട്ടാണ് വിജിലൻസ് നൽകിയിരുന്നത്. പ്രത്യേകിച്ച് വിദേശത്തു നിന്ന് പണം സ്വീകരിക്കൽ, വിദേശയാത്ര സംബന്ധിച്ച് കേന്ദ്ര മന്ത്രാലയത്തെ അറിയിക്കാതെയുള്ള യാത്ര, ഇത് സംബന്ധിച്ചെല്ലാം കൂടുതൽ അന്വേഷണം നടത്തണമെങ്കിൽ വിജിലൻസിന് അതിന് കഴിയില്ല. അതിന് കഴിയണമെങ്കിൽ, അതായത് ഇടപാടുകൾ ഇത്തരത്തിൽ ക്രമരഹിതമായിട്ടുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ ആ ഘട്ടത്തിൽ ഈ ഒരു മേഖലയിൽ അന്വേഷണം നടത്തണമെങ്കിൽ അത് CBI അന്വേഷണത്തിന് മാത്രമേ സാധിക്കൂ. അത്തരത്തിലാണ് CBI ഒരു അന്വേഷണത്തിന് ശുപാർശ ചെയ്യണമെന്നുള്ള റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് മുന്നെത്തിയെങ്കിൽ അത് നടപടിയെടുക്കാതെ നീങ്ങി എന്നുള്ളതാണ്. ഇതിനു മുമ്പ് ഈ പുനർജനി വിഷയം മാത്രമല്ല പല വിഷയങ്ങളിലും ഇത്തരത്തിലുള്ള ചില കൊടുക്കൽ വാങ്ങലുകൾ CPM-ഉം കോൺഗ്രസും തമ്മിൽ നടക്കുന്നു എന്നുള്ളത് ഇപ്പോഴത്തെ മുൻ BJP സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള K. സുരേന്ദ്രൻ പലപ്പോഴും ഉന്നയിച്ചിരുന്നു. പല വിഷയങ്ങളിലും പരസ്പരം ഇവർ ചില കൊടുക്കൽ വാങ്ങലുകൾ നടത്തുന്നുണ്ട്. ചില വിഷയങ്ങളിൽ മൗനം പാലിക്കുകയും ചില വിഷയങ്ങൾ മാത്രം ആഞ്ഞടിക്കുകയും ചെയ്യുന്നു. അതായത് പരസ്പരം പരിക്കേൽക്കാത്ത വിധത്തിലുള്ള കണ്ണിൽ പൊടിയിടുന്ന വിമർശനങ്ങളാണ് എപ്പോഴും നടത്തുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ ഒരു നാടകം കളിയാണ് ജനങ്ങൾക്ക് മുമ്പിൽ നടക്കുന്നത് എന്നുള്ള ആരോപണം ശക്തമായി ഉന്നയിച്ചിരുന്നു. അതിലേക്ക് മറ്റൊരു തെളിവ് കൂടിയാണ് ഇപ്പോൾ ഈ പുനർജനി കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്നത്. ശരി മിഥുൻ, എന്തായാലും പുനർജനി ഫണ്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതായത് ഈ വിവാദമുണ്ടായി അതിൽ അമ്പയെ പൊളിഞ്ഞു പോകാവുന്ന ഒരാൾ പ്രതിപക്ഷ നേതാവിന് പുനർജനിയാവുകയാണ് പിണറായി വിജയൻ സർക്കാർ. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ പിള്ള. അക്യുപങ്ക്ചർ ചികിത്സാ രീതിയിലൂടെ പ്രസവം നടത്താൻ ശ്രമിച്ച അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ നവജാത ശിശുവിന്റെ മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്താൻ ശുപാർശ. കുഞ്ഞിന്റെ മരണകാരണം ഇപ്പോഴും അവ്യക്തമായി തുടരുന്നതിനാലാണ് ഫോറൻസിക് വിഭാഗം പരിശോധനയ്ക്ക് ഒരുങ്ങുന്നത്. മുഹ്സിനയുടെ പ്രസവം നടന്ന 6-ാം ദിവസം കുഞ്ഞ് മരിക്കുകയായിരുന്നു. വിവരങ്ങളുമായി സാനു K. സജീവാണ് തൃശ്ശൂരിൽ നിന്ന് ചേരുന്നത്. സാനു, ഈ കുഞ്ഞിന്റെ മൃതദേഹം, നവജാത ശിശുവിന്റെ മൃതദേഹം പുറത്തെടുത്ത പരിശോധന എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള കാരണം എന്താണ്? പറയൂ മറ്റ് വിവരങ്ങൾ കൂടി. രാഖി, വ്യാജ അക്യുപഞ്ചർ ചികിത്സയിലൂടെയാണ് മുഹ്സിന എന്ന് പറയുന്ന 37-കാരിയായിട്ടുള്ള യുവതി നരകയാതന അനുഭവിച്ച് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. 21-ാം വയസ്സിൽ വിവാഹിതയാകുന്നു, 37-ാമത്തെ വയസ്സിൽ ജീവൻ നഷ്ടപ്പെടുന്നു. ഇതിനിടയിൽ 8 കുഞ്ഞുങ്ങൾക്കാണ് മുഹ്സിന ജന്മം നൽകിയത്. ഈ പ്രസവങ്ങളെല്ലാം, ഈ കുട്ടികൾക്കെല്ലാം ജന്മം നൽകിയത് വ്യാജ അക്യുപഞ്ചർ ചികിത്സാ വിധിയിലൂടെയാണ്, അല്ലെ ആ രീതിയിലൂടെയാണ് ഇവിടെ ഈ ഇത്രയും കുട്ടികൾക്ക് ജന്മം നൽകിയിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ 8 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയതിൽ 4 കുട്ടികൾ മാത്രമാണ് ഈ വേളയിൽ ജീവിച്ചിരിപ്പുള്ളത്. ബാക്കി എല്ലാവരും മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ 8ാമത്തെ കുട്ടിക്ക് ജന്മം നൽകുന്ന വേളയിലാണ് ഇവർക്ക് ഈ നരകയാതന അനുഭവിക്കേണ്ടി വന്നത്, ഈ വലിയ വേദന അനുഭവിക്കേണ്ടി വന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുമാത്രമല്ല, ഈ മതം എത്രത്തോളം ഒരാളെ സ്വാധീനിക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണിത്. ആധുനിക ചികിത്സാ സംവിധാനങ്ങളെല്ലാം ഉണ്ടെന്നിരിക്കെ അവിടെ എന്നും പോകാതെ വീട്ടിൽ തന്നെ ഇത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ വ്യാജ അക്യുപഞ്ചർ ചികിത്സ നടത്തുന്നു എന്നുള്ളത് തന്നെ എത്രത്തോളം ദുരവസ്ഥയാണ്, അല്ലെങ്കിൽ ഒരു മതം എത്രത്തോളം ഒരു മനുഷ്യനെ ഇങ്ങനെ സ്വാധീനിക്കുമോ എന്നുള്ള ചോദ്യമൊക്കെ ഉയർന്നു വരുന്ന ഒരു ഘട്ടം കൂടിയാണ്. എന്തായാലും ഈ യുവതി ഈ വ്യാജ അക്യുപഞ്ചർ ചികിത്സാ വിധിയിലൂടെ ഒരു കുട്ടിക്ക് ജന്മം നൽകുന്നു, ആ കുട്ടി മരണത്തിന് കീഴടങ്ങുന്നു. ഇതിനുശേഷം ഇവർ അനുഭവിച്ചത് വലിയ നരകയാതനയാണ്. ഇവരുടെ ശരീരമടക്കം, അതായത് കഴിഞ്ഞ 6 മാസത്തോളമായി ഇവർ കിടപ്പിലായിരുന്നു. ഇവരുടെ